നമസ്കാരം, ഞാൻ ആൻസിന സൈഫ. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോണത് പൈസയെ പറ്റിയിട്ട്, അല്ലെങ്കിൽ സ്വത്ത്, മുതൽ, സേവിങ്സ് ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ എൻ്റെ ലൈഫ് വെച്ചിട്ട്, അല്ലെങ്കിൽ എനിക്കറിയാവുന്ന എക്സ്പീരിയൻസ് വെച്ചിട്ട്, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് ഞാൻ പറയുന്നത്. സോ നമ്മുടെ ജീവിതത്തിൽ ഓരോ ഡേ ടു ഡേ ലൈഫിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും കോമൺ ആയിട്ട് നമുക്ക് വരുന്ന എക്സ്പെൻസ്, ഒന്ന് താമസിക്കാനുള്ള സ്ഥലം, ട്രാൻസ്പോർട്ടേഷൻ, അത് ചിലപ്പോൾ ബസ്സാവാം, കാറാവാം, ബൈക്കാവാം. അപ്പോൾ രണ്ടാമത്തത് ട്രാൻസ്പോർട്ടേഷൻ. പിന്നെ ഗ്രോസറീസ് ആൻഡ് ഫുഡ്, നോർമൽ നമ്മൾ ഡേ ടു ഡേ പച്ചക്കറികൾ, മീൻ, ഇറച്ചി, ചോറ്, ഇതെല്ലാം ഇങ്ങനെയുള്ള സാധനങ്ങൾ. പിന്നെ വരുന്നത് എൻ്റർടൈൻമെൻറ്റ്. അത് സിനിമയ്ക്ക് പോണേ ആവാം, നെറ്റ്ഫ്ലിക്സ് സബ്സ്ക്രിപ്ഷൻ ആകാം, ഫ്രണ്ട്സിൻ്റെ കൂടെ ഹാങ് ഔട്ട് ചെയ്യുന്നതാവാം, ഇറ്റ് ക്യാൻ ബി എനിത്തിങ്, ഓർ ട്രാവലിംഗ്, അങ്ങനെയുള്ള പല പല കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പൊതുവേ വരുന്ന എക്സ്പെൻസസ്. അപ്പോൾ ഇതിനെക്കുറിച്ച് എങ്ങനെ പൈസ സേവ് ചെയ്യാം, എങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് മെച്ചം പിടിക്കാം എന്നൊക്കെയുള്ളതിനെ പറ്റിയിട്ടാണ് ഞാൻ എൻ്റെ സ്ട്രാറ്റജീസ്, അതുപോലെ ഞാൻ വായിച്ചും കേട്ടും അറിഞ്ഞത്, അങ്ങനത്തെയുള്ള എല്ലാ കാര്യങ്ങളും കൂടി ചേർത്ത് ഒരു വീഡിയോ ആണ് ഞാനിന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം ഫസ്റ്റ് നമുക്ക് താമസ സ്ഥലം, അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് റെൻറ്റ്, അല്ലെങ്കിൽ ചിലപ്പോൾ മോർഗേജ് ആവാം, നമ്മളെ ലോൺ, ഹൗസിങ് ലോൺ, ഹോം ലോൺ, അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിലുള്ള കാര്യം. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാനിപ്പോഴും വീട് വാങ്ങിയിട്ടില്ല. ദാറ്റ് ഈസ് എ പാർട്ട് ഓഫ് മൈ സ്ട്രാറ്റജി എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം ഞാൻ സ്വന്തമായിട്ട് ഒരു വീട് വാങ്ങുവാണെങ്കിൽ ഞാൻ ഒരിക്കലും ഒരു 1500-2000 സ്ക്വയർ ഫീറ്റുള്ള ഒരു വീട് എനിക്ക് വേണ്ടി വാങ്ങത്തില്ല. വിച്ച് മീൻസ് ഞാനിപ്പോൾ ഒരു വീട് വാങ്ങുവാണെങ്കിൽ, ഇപ്പോൾ അത് റെൻറ്റ് ചെയ്യാനാണെങ്കിൽ, ഞാൻ വാങ്ങിയിട്ട് അത് റെൻറ്റിന് കൊടുക്കാനാണെങ്കിൽ ഞാനുള്ളൊരു വലിയ വീട് വാങ്ങും. പക്ഷേ ഞാൻ ആ ഒരു പ്ലാനിൽ ഇതുവരെ എത്തിയിട്ടില്ലാത്തത് കൊണ്ട് ഞാൻ ഇതുവരെ ഒരു വീട് വാങ്ങിയിട്ടില്ല. സോ വീട് വാങ്ങാത്തത് എനിക്കനുസരിച്ച് അതെനിക്ക് ഒരു ലാഭമായിട്ടാണ് കാണുന്നത്. കാരണം നമ്മളൊരു വീട് വാങ്ങിക്കഴിയുമ്പോൾ അതൊരു ലയബിലിറ്റിയാണ്. നമ്മൾക്ക് താമസിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഇൻകം ഒന്നും കിട്ടുന്നില്ല. നമ്മൾ മന്ത്ലി മോർഗേജ് അടച്ചുകൊണ്ടിരിക്കണം, അങ്ങനെ അടച്ചുകൊണ്ടിരിക്കുമ്പോൾ അതുപോലെ നമ്മുടെ വീടിന് എന്തെങ്കിലും പറ്റിയാൽ നമ്മൾ മെയിൻ്റനൻസ് ചെയ്യണം. ഇതെല്ലാം കുറേ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പം ഞാൻ വീട് എന്നുള്ളത് ഒരു ലയബിലിറ്റി ആയിട്ടാണ് കാണുന്നത്, ഒരു അസറ്റായിട്ട് കാണുന്നില്ല. സോ അപ്പം നമുക്ക് ആദ്യം ലയബിലിറ്റി, അസറ്റിനെ പറ്റി ഫസ്റ്റ് ഒന്ന് സംസാരിക്കാം. അപ്പോൾ അതിൽ ക്ലിയർ ആവും. അസറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ എന്തെങ്കിലും, അതിൽ നിന്ന് നമുക്ക് വീണ്ടും അതുകൊണ്ട് നമുക്ക് ഇൻകം വീണ്ടും വരുവാണെങ്കിൽ അതിന് അസറ്റ് എന്നും, ഒരു സാധനം നമുക്കുള്ളത് കൊണ്ട് നമുക്ക് എക്സ്പെൻസ് കൂടുകയാണെങ്കിൽ അതിന് ലയബിലിറ്റി എന്ന് പറയും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു പുതിയ കാറ് വാങ്ങിച്ചു, അല്ലെങ്കിൽ പുതിയൊരു വീട് വാങ്ങിച്ചു, ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമുക്ക് അതൊരു അസറ്റാണെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം കാറിൻ്റെ വില വാങ്ങിയ ഉടൻ തന്നെ അതിൻ്റെ സെക്കൻഡ് ഹാൻഡ് കാറായി അതിന് വിൽക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അതൊരു ലയബിലിറ്റി ആണെന്ന് വേണമെങ്കിൽ പറയാം. ഞാനതിൽ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ മനസ്സിലാവും. പിന്നെ വീടിപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് താമസിക്കാൻ വേണ്ടി വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾ അതിൽ നിന്ന് ഇൻകം ഒന്നും ജനറേറ്റ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ഇപ്പോൾ 2 നില വീടാണ് വാങ്ങിച്ചതെന്ന് വെച്ചോ, 2 നില വീട് വാങ്ങിച്ചിട്ട് മുകളിലത്തെ നില റെൻറ്റിന് കൊടുക്കുന്നു, താഴത്തെ നിലയിലാണ് താമസിക്കണമെങ്കിൽ അതൊരു അസറ്റാണ്. കാരണം നമുക്ക് കുറച്ച് പൈസ ഇങ്ങോട്ട് വരുന്നുണ്ട്. പിന്നെ അത് നമ്മൾ കൺസിഡർ ചെയ്യാനുള്ള, നമ്മൾ മോർഗേജ് എത്ര രൂപ അടയ്ക്കുന്നു, ഇൻകം എത്ര വരുന്നു, അതിൻ്റെ ഒരു കമ്പാരിസനൊക്കെ നടത്തി നമ്മളൊരു സ്ഥലം റെൻറ്റിന് എടുത്തു കഴിഞ്ഞാൽ അതിലും ലാഭമാണോ നഷ്ടമാണോ അങ്ങനെയൊക്കെ നോക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം അത്രയും ലെവലിലെത്താതെ നമ്മൾ ബിഗിനർ, ഒരു 10-20 വയസ്സ്, 22 വയസ്സായി ജോലി ചെയ്യാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, ആ ഒരു ലെവലിൽ നിൽക്കുന്ന ആളാണെങ്കിൽ ഇപ്പം നമുക്ക് എങ്ങനെ ആ ഒരു സേവിങ്സ് മെൻറ്റാലിറ്റി കൊണ്ടുവരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ RD സെറ്റ് ചെയ്യണം. RD എന്ന് വെച്ചാൽ റെക്കറിങ് ഡെപ്പോസിറ്റ്, എല്ലാവർക്കും അറിയാവുമെന്ന് അറിഞ്ഞുകൂടാ. റെക്കറിങ് ഡെപ്പോസിറ്റ് എന്ന് വെച്ച് പറഞ്ഞാൽ നമുക്ക് മിനിമം ഒരു 500 രൂപയെങ്കിൽ 500 രൂപ, 1000 1000, എത്ര നമുക്ക് സേവ് ചെയ്യാൻ പറ്റുമോ. ഇപ്പം വളരെ ചെറിയ 10000 രൂപയുടെ ജോലിയേ ഉള്ളെങ്കിൽ നമുക്കൊരു 1000 രൂപ അതിൽ നിന്ന് മാറ്റി വയ്ക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ, നമുക്ക് സാലറി ഡേയുടെ അടുത്ത ദിവസമായിട്ട് ഒരു റെക്കറിങ് ഡെപ്പോസിറ്റ്, ഇപ്പം 31-ാം തീയതിയാണ് എല്ലാ ദിവസവും സാലറി എല്ലാ മാസം വരണം, അല്ലെങ്കിൽ എല്ലാത്തിൻ്റെയും ലാസ്റ്റ് ദിവസം വരണമെങ്കിൽ 1-ാം തീയതി ഒരു ബാങ്കുമായിട്ട് റെക്കറിങ് ഡെപ്പോസിറ്റ് വയ്ക്കും. അപ്പം 500 രൂപയെങ്കിൽ 500, ഇപ്പം 40,000-40,000 രൂപ സാലറി ഉള്ള ആളാണെങ്കിൽ ഒരു 5000 രൂപ, എത്ര രൂപ അവർക്ക് മാറ്റി വയ്ക്കാൻ പറ്റും എന്നുള്ളത് ഒരു റെക്കറിങ് ഡെപ്പോസിറ്റ് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് ബാങ്ക് ബാലൻസിൽ നിന്ന് മാറ്റി റെക്കറിങ് ഡെപ്പോസിറ്റ് പോയി കിടക്കും.
ആ റെക്കറിങ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ആ റെക്കറിങ് ഡെപ്പോസിറ്റോ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇപ്പോൾ 1,00,000 രൂപയൊക്കെ ആയി കഴിഞ്ഞാൽ അതിന് വേണമെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടാം. ഇപ്പോൾ ഫിക്സഡ് ഡെപ്പോസിറ്റൊക്കെ 7 പോയിൻറ്റ് സംതിങ് ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ ഉണ്ട് ഇന്ത്യയിൽ. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റോ സിമ്പിൾ ഇൻട്രസ്റ്റോ ഏതാണെന്ന് വെച്ചാൽ ഓരോ ബാങ്കിൻ്റെയും ഇതനുസരിച്ചിട്ട് നമുക്ക് ആ ഇൻട്രസ്റ്റിന് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ആ ഇൻട്രസ്റ്റിനെ വീണ്ടും അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്കിടാം. സോ ആ ഒരു രീതിയിൽ നമ്മൾ സേവ് ചെയ്യാം. അതൊക്കെ നമ്മളെ പഴയ രീതിയിലുള്ള സേവിങ്സ്. പിന്നെ നമ്മുടെ ഈ വീട് പോലുള്ള സംഭവങ്ങൾ, ഇപ്പം വീട് വാങ്ങണമെങ്കിൽ ചിലപ്പം മിനിമം എനിക്ക് തോന്നുന്നു ഒരു 50-60 ലക്ഷം രൂപയെങ്കിലൊക്കെ വേണമായിരിക്കും ഒരു സാധാ ഒരു വീട് വയ്ക്കാൻ. അത് ഡിപ്പെൻഡ്സ് ഓൺ ഏത് സ്ഥലത്താണ്. ഇപ്പം നമ്മൾ സിറ്റിയിലൊക്കെ ആണെങ്കിൽ 1 കോടി 2 കോടി രൂപയൊക്കെ വേണമായിരിക്കും വലിയ വീടൊക്കെ സെറ്റാക്കാൻ. അപ്പോൾ അത് ഇപ്പോൾ വലിയ വീടാണ് ഇപ്പോൾ സിറ്റിയിലാണ് വാങ്ങണമെങ്കിൽ അത് താമസിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതായാൽ അത് ഒരു ലയബിലിറ്റിയാണ്. പക്ഷെ അതിന് റെൻറ്റിന് കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ അസറ്റാണ്. ഇപ്പം നിങ്ങളിപ്പോൾ സിംഗിൾ പേഴ്സൺ ആണെന്ന് വിചാരിക്കുക, നിങ്ങൾക്കൊരു ഫാമിലി ഒന്നും ഇല്ല എങ്കിൽ ഇപ്പം നിങ്ങൾ അങ്ങനെ ഒരു മോർഗേജ് ഒരു 3 ബെഡ്റൂമിൻ്റെ ഒരു സിറ്റിയിൽ എടുത്തു കഴിഞ്ഞാൽ ഉപയോഗം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കി 2 ബെഡ്റൂം റെൻറ്റിന് കൊടുക്കാം. ഇപ്പം അതൊരു സിറ്റിയിലാണെങ്കിൽ അപ്പോൾ നിങ്ങളൊരു റൂം ഉപയോഗിക്കുന്നു, ആ ബാക്കിയവരുടെ 2 പേരുടെ റെൻറ്റ് കൊണ്ട് നിങ്ങൾക്ക് ആ വീടിൻ്റെ മോർഗേജ് അടയ്ക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ ഒരു ഗ്രാമപ്രദേശത്ത് ഒരു 3 നില വീട് അല്ലെങ്കിൽ 3 ബെഡ്റൂമുള്ള 2 നില വീടും ഒക്കെ ഉണ്ടാക്കിയിട്ട് വലിയ ഇപ്പോൾ സിറ്റിയിലെ അപ്പാർട്ട്മെൻറ്റ് പോലെ അത്രയും റെൻറ്റബിൾ ആയിരിക്കില്ല. അപ്പോൾ അത് ഒരു ലയബിലിറ്റി ആണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് അത്രയും രൂപയെന്നുള്ള മോർഗേജിൽ നിന്ന് എടുക്കാനുള്ള കപ്പാസിറ്റി ഇല്ല പക്ഷേ നിങ്ങൾക്ക് സ്വന്തമായി ഒരു വീട് വേണമെന്ന് ഡ്രീം ഉള്ള ഒരാളാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ വീട് വാങ്ങിക്കാനുള്ള പൈസയില്ല. ഓക്കെ, നമുക്കൊരു ചെറിയൊരു ലാൻഡ് ഗ്രാമപ്രദേശത്ത് ഫ്യൂച്ചറിലൊരു വീട് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഗ്രാമപ്രദേശത്ത് ഒരു ലാൻഡിന് ഒരു 10 സെൻറ്റ് അല്ലെങ്കിൽ ഒരു 5 സെൻറ്റ് എത്ര രൂപയാണ് പറ്റുന്നത് അതിൻ്റെ ഒരു മോർഗേജ് എടുക്കുക. അപ്പം ആ ഒരു വലിയ തുകയാവത്തില്ല നിങ്ങളുടെ സാലറിയിൽ നിന്ന് ഇപ്പോൾ ഈ ഫിക്സഡ് ഡെപ്പോസിറ്റും റെക്കറിങ് ഡെപ്പോസിറ്റൊക്കെ ചെയ്യുന്ന പോലെ ആ ഒരു പൈസ ആ മോർഗേജിലോട്ട് മന്ത്ലി പേ ചെയ്യുന്നതായിട്ട്. ചില സ്ഥലങ്ങളുടെയൊക്കെ വില കൂടി വരുമ്പോൾ നമുക്കൊരു 10, 30, 40 വയസ്സൊക്കെ ആകുമ്പോൾ വീട് എപ്പോഴെങ്കിലും ഉണ്ടാക്കണമെന്ന് തോന്നുമ്പോൾ അങ്ങനെ ഉണ്ടാക്കാതിരിക്കുക, അത് വേറെ കാര്യം. സോ ഈ റെക്കറിങ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ എല്ലാ മാസത്തിൽ നിന്നും സേവ് ചെയ്യുന്ന ഒരു ഐഡിയ. ഇപ്പം മോർഗേജൊക്കെ ആണെങ്കിൽ ആ സ്ഥലത്തിന് വില കൂടുന്ന സ്ഥലത്താണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആണെങ്കിൽ കൊള്ളാം. ഇപ്പം അപ്പാർട്ട്മെൻറ്റിൻ്റെയൊക്കെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങൾ കഴിയും തോറും അതിൻ്റെ വാല്യൂ കുറഞ്ഞു വരും. കുറഞ്ഞു വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു 10-40 കൊല്ലം കഴിയുമ്പോൾ അതിൻ്റെ വാല്യൂ കുറയുകയാണ് ചെയ്യുന്നത്, പഴയ ബിൽഡിങ്ങായി മാറി. ഇപ്പോൾ വീടിനുള്ളൊരു സ്ഥലമാണെങ്കിൽ നമ്മളെ സ്ഥലത്തിന് വില കൂടിക്കൊണ്ടിരിക്കും. സ്ക്വയർ പ്ലോട്ട് അതിൻ്റെയൊക്കെ എങ്ങനെയുള്ള പ്ലോട്ടിനാണ് സ്ഥലം വില കൂടുതൽ അങ്ങനെയൊക്കെയുള്ള നോക്കി, അതുപോലെ റോഡിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ്, അത് റെസിഡൻഷ്യൽ ഏരിയ ആണോ, അങ്ങനെയൊക്കെ പല കാര്യങ്ങൾ നോക്കി അതൊരു എക്സ്പെർട്ടിനെ കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ മെയിനായിട്ട് നമുക്കൊരു കുഞ്ഞിലേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയായിരിക്കുമ്പോഴെന്നല്ല, നമ്മൾ ഇൻകം ഉണ്ടാക്കി തുടങ്ങുമ്പോൾ മുതൽ ഒരു റെക്കറിങ് ഡെപ്പോസിറ്റ് എന്നുള്ളൊരു മെൻറ്റാലിറ്റി വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ 30,000 രൂപ മാസം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൽ 5,000 രൂപ, അത് 5,000 എന്ന് വെച്ചാൽ ഞാൻ ചുമ്മാ ഒരു ചെറിയൊരു എമൗണ്ടാണ് പറയുന്നത്. എൻ്റെ എയിം എന്ന് പറഞ്ഞാൽ 50% സേവിങ്സിലോട്ട് പോകണമെന്നുള്ളതാണ് എൻ്റെ പേഴ്സണലി ഞാൻ ചെയ്യുന്നത്. 1,00,000 രൂപയാണ് എൻ്റെ സാലറി എന്ന് വിചാരിക്കുക. അപ്പോഴത്തേക്കും അതായത് 50,000 രൂപ സേവിങ്സിലോട്ട് പോകണം. ബാക്കി 50,000 രൂപയാണ് എനിക്കുള്ളത്. അതിൽ നിന്ന് എനിക്ക് സേവ് ചെയ്യാൻ പറ്റിയാൽ കൊള്ളാം, പക്ഷേ ആ മറ്റേ 50,000 എൻ്റെ അക്കൗണ്ടിൽ ഇല്ല എന്നാണ് ഞാൻ അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ ഈ 50,000-ൽ എൻ്റെ സാലറി 50,000 രൂപയാണെങ്കിൽ എനിക്ക് എത്ര രൂപയ്ക്ക് റെൻറ്റിന് കൊടുക്കാം? ഇപ്പം നിങ്ങൾക്ക് ഫാമിലി ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഷെയർഡ് അപ്പാർട്ട്മെൻറ്റിൽ നിൽക്കാം. ഇപ്പം നിങ്ങൾക്ക് ഫാമിലി ഉണ്ടെങ്കിൽ ഫാമിലി ഇപ്പം പാരൻസിൻ്റെ കൂടെ നിൽക്കാൻ അങ്ങനെ ഒരു പോസിബിലിറ്റി ഉള്ള ആളാണെങ്കിൽ, ഇപ്പോൾ ഓൾറെഡി കല്യാണം കഴിഞ്ഞ് ജീവിക്കുന്ന കപ്പിളാണെങ്കിൽ 2 പേരും കൂടി ഒരു ടുഗദർ ആയിട്ടുള്ള പ്ലാൻ വേണം. അതിലോട്ട് ഞാൻ കിടക്കുന്നില്ല. ഐ എം അസ്യൂമിങ് യു ഓൾ ആർ സിംഗിൾ ആൻഡ് യു സ്റ്റാർട്ടഡ് യുവർ കരിയർ, യു ഹാവ് എ ജോബ്. അപ്പം ഫസ്റ്റ് നമ്മളെ ഹൗസിങ്, പിന്നെ വരുന്ന ട്രാൻസ്പോർട്ടേഷൻ. ആ കാര്യം പറയുമ്പോൾ കാറ് ഒരു ഫാമിലിക്കൊക്കെ ആണെങ്കിൽ എപ്പോഴും ഒരു കാറിൻ്റെ ആവശ്യമുണ്ട്. പക്ഷേ കാറാണ് നിങ്ങൾ വാങ്ങണമെങ്കിൽ ഒരിക്കലും ഫസ്റ്റ് ഹാൻഡ് കാറ് വാങ്ങരുത്. അത് ഓൾറെഡി അതിൻ്റെ ഡിപ്രീസിയേഷൻ അതിൻ്റെ നെക്സ്റ്റ് ഡേ തുടങ്ങുവാണ്, അല്ലെങ്കിൽ അന്ന് തന്നെ തുടങ്ങുവാണെന്ന് വേണമെങ്കിൽ പറയാം. നമ്മളെ ഈ പ്രോപ്പർട്ടിയുടെ വില കൂടുന്നതനുസരിച്ച്, ലാൻഡിൻ്റെ വില കൂടുന്നതനുസരിച്ച് അതുപോലെ വരത്തില്ല ഒരു കാറിൻ്റെ വില കുറഞ്ഞുകൊണ്ടേ ഇരിക്കുള്ളൂ. ഞാൻ ഇന്നേ വരെ ഒരു കാറ് വാങ്ങിയിട്ടില്ല എൻ്റെ പേരിൽ. ഞാൻ എപ്പോഴും സ്കൂട്ടറാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഞാൻ സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടർ വാങ്ങാറില്ല. അതിന് എൻ്റേതായ റീസൺസ് ഉണ്ട്. ഞാൻ പുതിയ സ്കൂട്ടറേ വാങ്ങാറുള്ളൂ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാറെന്ന് പറയുമ്പോൾ 4 വീലിൽ പോകുന്നൊരു സാധനമാണ്. അതെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അതിലേക്ക് എന്തെങ്കിലും പ്രീവിയസ് ഓണർ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കി വെച്ചിരുന്നാൽ പോലും
യു വിൽ നോട്ട് ഡൈ ജസ്റ്റ് ബിക്കോസ് ഇറ്റ് ഈസ് സ്റ്റിൽ ഇൻ 4 വീൽസ്. ഇപ്പം ഈ സ്കൂട്ടറിനകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതെന്തെങ്കിലും ആക്സിഡൻറ്റ് പറ്റി കഴിഞ്ഞാൽ വലിയ ഒരു സംഭവമായിരിക്കും സംഭവിക്കണം. അത് പറയുമ്പം തന്നെ ഇൻഷുറൻസിൻ്റെ കാര്യം കൂടി അതിൻ്റെ കൂടെ പറയാമെന്ന് വിചാരിച്ചു. ഇപ്പം നമുക്കുള്ള ആക്സിഡൻറ്റ് ഇങ്ങനെയുള്ള ട്രാൻസ്പോർട്ടേഷൻ പറയുമ്പോൾ ജസ്റ്റ് ട്രാൻസ്പോർട്ടേഷൻ മാത്രമല്ല, നമ്മുടെ ഹെൽത്ത് ഭയങ്കര പ്രയോറിറ്റി ആയിരിക്കണം. അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു മെഡിക്കൽ ഇൻഷുറൻസ്, ഇപ്പം എനിക്കൊരു മെഡിക്കൽ ഇൻഷുറൻസ് വേണം, അതുപോലെ എന്നെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന എല്ലാവർക്കും ഹെൽത്ത് ഇൻഷുറൻസ് വേണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എന്തെങ്കിലും ഒരു ആപത്ത് പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ 2-3 ലക്ഷം രൂപ ടപേടപേന്ന് അങ്ങ് പോകും. അപ്പം അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി സെപ്പറേറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണം. ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ ഒരു 8-9-10 ലക്ഷം രൂപയെങ്കിലും ഇയർലി കവർ ചെയ്യുന്ന രീതിയിലുള്ളൊരു ഹെൽത്ത് ഇൻഷുറൻസ്. അത് നല്ല പ്രായം ഉണ്ടെങ്കിൽ 40 വയസ്സെങ്കിലും ഉണ്ടെങ്കിൽ, ആ ഒരു നല്ല പ്രായം നല്ല 40 വയസ്സൊക്കെ ആവുന്നതാണെങ്കിൽ അത്ര. പിന്നെ ഇച്ചിരി ചെറിയ യങ് ഏജ് ആണെങ്കിൽ മിനിമം ഒരു 5 ലക്ഷം രൂപയുടെയെങ്കിലും ഓരോരുത്തരുടെയും ആവശ്യം അനുസരിച്ച്. അപ്പോൾ ആ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക. അത് വളരെ ആലോചിച്ച് ഒരു ഹെൽത്ത് അഡ്വൈസറിൻ്റെ അഡ്വൈസോട് കൂടിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ല നിങ്ങൾക്ക് മാച്ച് ആവുന്ന ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ പറ്റും. അപ്പം ഹെൽത്ത് ഇൻഷുറൻസ് ഇപ്പം അറിയാതെ ഇപ്പം എന്തെങ്കിലും വരുന്ന ആക്സിഡൻറ്റ് അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത അസുഖങ്ങൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് പൈസ എടുക്കാൻ ഉണ്ടാവില്ല. പക്ഷേ നമ്മുടെ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അത് കവറാവും. നമ്മളെ പൈസ ഇല്ലെങ്കിലും അത് കവറായി പോകുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പ്. പിന്നെ അതപ്പം ട്രാൻസ്പോർട്ടേഷൻ്റെ കൂടെ ഞാൻ ആ ഇൻഷുറൻസിൻ്റെ കാര്യമോട് പറഞ്ഞു. അപ്പം നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ പിന്നെ നമ്മൾ ചെറുതായിരിക്കുമ്പം ബസ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു പൈസയും ചിലവാകത്തില്ല, വളരെ തുച്ഛമായ പൈസ ചിലവാകത്തുള്ളൂ ബസ്സിൽ. അപ്പം പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ പറ്റുന്ന സ്ഥലത്താണ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ. പിന്നെ നമുക്ക് അത്രയും ടൈമില്ല, നേരത്തെ എണീക്കാൻ പറ്റത്തില്ല, നമുക്ക് ഇച്ചിരി ബിസിയൊക്കെയുള്ള ആളാണെങ്കിൽ 2 വീലറോ അല്ലെങ്കിൽ 4 വീലറോ വേണ്ടി വരുന്നവരാണെങ്കിൽ സെക്കൻഡ് ഹാൻഡ് കാറൊക്കെ ആകുമ്പോൾ സെക്കൻഡ് ഹാൻഡൊക്കെ എടുത്ത് പോവാം. പക്ഷേ ഇപ്പം ഒരാൾക്ക് വേണ്ടിയിട്ടൊരു കാർ ഉണ്ടാവുക എന്നുള്ളത് ഭയങ്കര സംഭവമായിട്ട് എനിക്ക് തോന്നുന്നില്ല, ഒരു നല്ലൊരു ഐഡിയ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ഫാമിലി ആയിട്ടൊക്കെ ഒരുപാട് യൂസ് ചെയ്യുന്നതാണെങ്കിൽ ഓക്കെ. ഇപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് ജോലിക്ക് പോകാനാണെങ്കിൽ യൂസ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഓർ ഹാവ് എ 2 വീലർ, സോ എക്സ്പെൻസസ് വിൽ ബി ലെസ് ആസ് പോസിബിൾ. പിന്നെ വരുന്നത് ഗ്രോസറീസ്, ഫുഡ്. ഈറ്റിംഗ് ഔട്ടാണ് ഏറ്റവും നമ്മുടെ ഫുഡിൽ ഏറ്റവും എക്സ്പെൻസീവ് ആണ്. അപ്പം എനിക്ക് അറിഞ്ഞൂടെ ഇപ്പോൾ നാട്ടിൽ എത്ര രൂപയാണ് ഒരു മീലിനൊക്കെയെന്ന്. ഐ ആം അസ്യൂമിങ് 60-80 റുപ്പീസ് ആണെന്ന് വിചാരിക്കണം. അപ്പോൾ ഒരു ഊണ് കഴിക്കാൻ അല്ലെങ്കിൽ ഒരു ബിരിയാണി കഴിക്കാൻ, ബിരിയാണിയൊക്കെ 100-200 രൂപയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ, എനിക്ക് കറക്റ്റ് അറിയത്തില്ല നാട്ടിലെ പൈസകൾ. പക്ഷേ ഇപ്പം ഏത് നാട്ടിലായാലും ഇപ്പം ഫുഡ് നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്നതിനെക്കാട്ടി എന്തുകൊണ്ടും ഹെൽത്തിയറും ചീപ്പറും നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതായിരിക്കും. അതിന് കുറച്ച് നമ്മൾ ഓർഗനൈസിങ് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരാഴ്ച എന്തൊക്കെയാണ് കഴിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമ്മൾ വീക്കെൻഡിൽ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ആ സംഭവങ്ങൾ ഗ്രോസറീസ് വാങ്ങി വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ ഈ സാമ്പാർ പോലുള്ള ഐറ്റംസ് കുറച്ച് ദിവസം ഫ്രിഡ്ജിൽ ഇരിക്കും, അതിനകത്ത് എല്ലാ ന്യൂട്രീഷ്യൻസും ഉണ്ട്, എല്ലാ വെജിറ്റബിളും ആഡ് ചെയ്യാം, അതുപോലെ ലെൻറ്റിൽസ് എല്ലാം ആഡ് ചെയ്ത് ഒരു കോംബോ ആണെന്ന് പറയാം. അപ്പോൾ ഈ ഒരു സാമ്പാർ ഉണ്ടെങ്കിൽ ഒരു കഷ്ണം ഫിഷോ ഒരു കഷ്ണം ചിക്കനോ കഴിക്കുമ്പോൾ നമുക്ക് ഡെയിലി വേണ്ടുന്ന എല്ലാ ന്യൂട്രീഷണൽ വാല്യൂ അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇനി ചോറോ ചപ്പാത്തിയോ കഴിക്കണം എന്നുള്ളവർക്ക് അതും കൂടി ആഡ് ചെയ്യാം. അപ്പം നമ്മൾ അത് പറയുമ്പോൾ നമ്മുടെ ഹെൽത്തിൽ ഏറ്റവും നമ്മുടെ പ്രശ്നം, നമ്മുടെ നാട്ടിൽ നമ്മൾ ഒത്തിരി കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ചോറ് ഒത്തിരി കഴിക്കും, വെജിറ്റബിളും ബാക്കി ഇറച്ചി മീനുള്ള സാധനങ്ങൾ വളരെ കുറച്ച് കഴിക്കത്തുള്ളൂ. പക്ഷേ നമ്മൾ തിരിച്ചാക്കുക, ചോറിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചിട്ട് വെജിറ്റബിളിൻ്റെ അത് ഇച്ചിരി കൂടി വലുതാക്കി, അതുപോലെ ചിക്കൻ ഒരു കഷ്ണം കാലോ അങ്ങനത്തെ അതോ അതിൽ കൂടുതലോ, അല്ലെങ്കിൽ ഫിഷ് ഒരു ഫിഷ് കഴിക്കുക. നമ്മൾ ഒരു കഷ്ണം ഫിഷൊക്കെയാണ് കഴിക്കുന്നത്, അപ്പോൾ ഇത്ര ഉള്ളൊരു ഫിഷൊക്കെ നമുക്ക് കഴിക്കാം ഒരു മീലിൽ. അപ്പം അങ്ങനെ ഇപ്പോൾ അതിപ്പം കറി വെച്ചാണോ ചുമ്മാ ബോയിൽ ചെയ്തിട്ടാണോ എങ്ങനെയാണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ വറുത്തിട്ടാണോ എന്നാലും കുഴപ്പമില്ല. പക്ഷെ വറുക്കെല്ലാം അത്ര ഹെൽത്തി അല്ല, എന്നാലും അറ്റ്ലീസ്റ്റ് നമുക്ക് വേണ്ടുന്ന പ്രോട്ടീൻ കഴിക്കുക. അപ്പം നമ്മൾ ഈ ഹെൽത്തി മീൽ കഴിക്കുമ്പോൾ നമുക്ക് അതിൻ്റേതായ അസുഖങ്ങൾ കുറയ്ക്കുകയാണ്. ഇപ്പം നമ്മുടെ എല്ലാവരും ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നവരൊന്നും അല്ല 6 മാസത്തിൽ ഒരിക്കലൊന്നും. പക്ഷേ ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന ഇന്ത്യക്കാരിൽ തന്നെ 3 പേരിൽ ഒരാൾ ഒന്നീ ഡയബറ്റിക്കാണ് അല്ലെങ്കിൽ പ്രീ ഡയബറ്റിക്കാണ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു ദിവസം കാണുന്ന 10 പേരുണ്ടെങ്കിൽ അതിൽ 3 to 4 പേര് പ്രീ ഡയബറ്റിക് അല്ലെങ്കിൽ ഡയബറ്റിക്കാണ്. കാരണം നമ്മുടെ ഈ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ അല്ലാത്തത് കൊണ്ടാണ്. ദാറ്റ് കംസ് ഓൺലി ടു ദ ഫുഡ്. നമ്മൾക്ക് മെയിനായിട്ട് ഇങ്ങനെയുള്ള ഹെൽത്ത് ഇഷ്യൂസ് അല്ലെങ്കിൽ നോട്ട് ജസ്റ്റ് ഡയബറ്റീസ്, കൊളസ്ട്രോൾ, ബ്ലഡ് പ്രഷർ, ഇങ്ങനെയുള്ള കോമൺ ആയിട്ട് കാണുന്ന നമ്മുടെ ഈ ഭയങ്കര സിവിയർ ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ്, ഇതിൻ്റെ മെയിൻ കാരണം നമ്മുടെ ഹെൽത്ത് ഹാബിറ്റ്സ് എന്ന് വെച്ചാൽ ഫുഡ് ഹാബിറ്റ്സ്, നമ്മുടെ ആക്ടിവിറ്റി, പിന്നെ നമ്മുടെ റെസ്റ്റ്. നമ്മുടെ ഫുഡ്, റെസ്റ്റ്, പിന്നെ എക്സർസൈസ്, ഇത് 3ആണ്. അപ്പോൾ ഈ
എക്സർസൈസിന് 20% ഉള്ളൂ നമ്മുടെ ലൈഫിൽ നമ്മുടെ പ്രാധാന്യം. പക്ഷേ 80% നമ്മൾ കഴിക്കുന്ന ഫുഡും നമ്മൾ എടുക്കുന്ന റെസ്റ്റുമാണ്. മിനിമം 9 മണിക്കൂർ സ്ത്രീകൾക്ക് ഉറങ്ങണം എന്നാണ് റിപ്പോർട്ടുകൾ. പുരുഷന്മാർ 8 മണിക്കൂർ. അപ്പോൾ 8 മുതൽ 9 മണിക്കൂർ ആവറേജ് എന്ന് വെച്ചാൽ ഡെയിലി സെയിം സമയത്ത് ഉറങ്ങാൻ നോക്കുക, സെയിം സമയത്ത് എണീക്കാൻ നോക്കുക. അപ്പോൾ ഈ 9 മണിക്കൂർ നമ്മുടെ കോമൺലി സ്ത്രീകൾക്ക് കിട്ടാറില്ല. മലയാളി ആയിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യക്കാരായ സ്ത്രീകൾക്ക് ഒരുപാട് വീട്ടിൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ആണുങ്ങളെ നിങ്ങളുടെ ലൈഫിൽ ഒരാണുണ്ടെങ്കിൽ ആളുടെ പറഞ്ഞ് മനസ്സിലാക്കുക, ആണുങ്ങൾക്ക് 8 മണിക്കൂർ മതി, പെണ്ണുങ്ങൾക്ക് 9 മണിക്കൂർ ഉറങ്ങണം. അപ്പോൾ അഡീഷണൽ ഉള്ള റെസ്പോൺസിബിലിറ്റീസ് അവർക്ക് 1 മണിക്കൂർ നേരത്തെ എണീച്ച് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് 1 മണിക്കൂർ നേരത്തെ പോയി കിടന്ന് ഉറങ്ങി ചെയ്യാം. അത് നിങ്ങൾ തമ്മിലുള്ള കപ്പിൾസ് തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറക്കം നമ്മൾ നന്നായിട്ട് ഉറങ്ങുക, അതുപോലെ വെജിറ്റബിൾസ് കഴിക്കുക, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇറച്ചിയോ മീനോ മുട്ടയോ അങ്ങനത്തെയൊക്കെയുള്ള ഐറ്റംസ് കഴിക്കുക. വെജിറ്റേറിയൻസ് ആണെങ്കിൽ അഡീഷണലി എങ്ങനെയെങ്കിലും അത് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. ഒരുപാട് ഇത് കഴിക്കുക, പൾസസ് എന്ന് പറയുമ്പം ബീൻസ് പറഞ്ഞാൽ ഡ്രൈ ബീൻസസ്, പരിപ്പ്, കടല, ചെറുപയർ ഇങ്ങനത്തെയുള്ള സാധനങ്ങളൊക്കെ കൂടുതൽ കഴിക്കാൻ നോക്കുക. പിന്നെ വെജിറ്റേറിയൻസിന് ഇനഫ് പ്രോട്ടീൻ കിട്ടുമെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. ചിലപ്പോൾ പ്രോട്ടീൻ പൗഡറൊക്കെ കഴിക്കേണ്ടി വരും, പക്ഷേ ഞാൻ അതിനെ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഞാൻ ഡയറക്റ്റ് ഫുഡിൽ നിന്ന് കഴിക്കാനുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം വെജിറ്റേറിയൻസിന് കിട്ടാൻ ഇച്ചിരി പാടായിരിക്കും. എന്നാൽ മാക്സിമം നമ്മൾ ഫുഡ് നന്നാക്കിയാൽ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് നോക്കിയാൽ തന്നെ, നന്നായിട്ട് റെസ്റ്റ് ചെയ്താൽ തന്നെ നമ്മുടെ അസുഖങ്ങൾ പലതും കുറയും. നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസ് കുറയുമ്പോൾ നമ്മുടെ ഫിനാൻസ് ബെറ്റർ ആവും. എന്നുവെച്ചാൽ നമുക്ക് ഫുൾ ടൈം ജോബ് പൈസ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഹെൽത്ത് നല്ലതല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന പൈസ ഹോസ്പിറ്റലിൽ കൊടുക്കാനേ ഉണ്ടാവുള്ളൂ. അത് അനദർ റീസൺ. അപ്പം നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക, അതുപോലെ റിക്കറിങ് ഡെപ്പോസിറ്റ് ഒരു ശീലമാക്കുക. പിന്നെ ഈ 20% നമ്മുടെ ജിമ്മ് അല്ലെങ്കിൽ എക്സർസൈസ് ആണെന്ന് പറഞ്ഞത്. ഇപ്പം നമുക്ക് ഒരുവിധമുള്ള അസുഖങ്ങളെല്ലാത്തിനും കാരണം നമ്മൾ അനങ്ങാതെ സെഡൻറ്ററി ലൈഫ്, ആക്ടിവിറ്റീസ് ഇല്ലാത്തതുകൊണ്ടാണ്. ദിവസം ഒരു മിനിമം ഒരു 20 to 30 മിനിറ്റ് നടക്കുകയെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഈ ഡയബറ്റീസിൻ്റെയൊക്കെയുള്ള പോസിബിലിറ്റി വളരെ കുറയ്ക്കും. ഇപ്പോൾ 20 തൊട്ട് 30 മിനിറ്റ് വരെ നടക്കുകയെങ്കിലും ചെയ്യുക. പറ്റുമെങ്കിൽ വെയ്റ്റ് ലിഫ്റ്റിങ്ങോ അല്ലെങ്കിൽ എന്താണ് മസിൽ സ്ട്രെങ്തനിങ് എക്സർസൈസ് അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇച്ചിരി ബെറ്റർ. പക്ഷേ ഒന്നിനും പറ്റില്ലെങ്കിൽ 10-20 മിനിറ്റ് തൊട്ട് 30 മിനിറ്റ് വരെ നടക്കുക. നമ്മൾ ഇപ്പം വീട്ടിന് ഇറങ്ങാനുള്ള ബസ്സിലാണ് വരുന്നതെങ്കിൽ 2 ബസ് സ്റ്റോപ്പ് മുന്നേ ഇറങ്ങിയിട്ട് നടന്നു വരാൻ ശ്രമിക്കുക. അങ്ങനെ എന്തെങ്കിലും ചെറിയ ചേഞ്ചസ് ലൈഫിൽ. അങ്ങനെ പറ്റത്തില്ലെങ്കിൽ ഒരു ത്രെഡ്മില്ല് വാങ്ങി വീട്ടിൽ വെച്ചിട്ട്, പക്ഷേ അത് തുണി ഉണക്കാനുള്ള മെഷീനായിട്ട് ഉപയോഗിക്കാതെ എല്ലാ ദിവസവും ഇപ്പം നിങ്ങൾ ന്യൂസോ TV ഒക്കെ കാണുന്നവരാണെങ്കിൽ അത് കാണുന്ന സമയത്ത് ആ ത്രെഡ്മില്ല് കയറി നിന്ന് ഒന്ന് നടക്കുക. ഒരു അരമണിക്കൂർ ടു 1 മണിക്കൂർ വേണ്ട, ഒരു അരമണിക്കൂറെങ്കിലും നടന്നാൽ മതി. എന്നിട്ട് പറ്റുമെങ്കിൽ ആഴ്ചയിൽ 2 ദിവസം ശനിയും ഞായറുമെങ്കിലും വെയ്റ്റ് ലിഫ്റ്റിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറ്റാമെങ്കിൽ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പം ഇതെല്ലാം തന്നെ നമ്മുടെ ഫിനാൻസിനെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ വരുന്നത്, ഇപ്പം നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടെങ്കിൽ ലൈഫ് ഇൻഷുറൻസ് കൂടി എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ പ്രോപ്പർട്ടി ഇൻഷുറൻസ്, അങ്ങനെയൊക്കെ പല രീതിയിലുള്ള ഇൻഷുറൻസ് ഉണ്ട്. അതൊക്കെ എടുക്കുകയും എടുക്കാതിരിക്കുകയും നിങ്ങളുടെയൊക്കെ സിറ്റുവേഷൻ പോലെ ചെയ്യാം. പിന്നെ അതുപോലെ എല്ലാ 6 മാസം മുതൽ 1 വർഷത്തിനിടയ്ക്ക് ഈ ഞാൻ പറഞ്ഞ ഈ ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോള്, ഷുഗർ ലെവല്, പിന്നെ H1A1C അങ്ങനെ എന്തോ പറയും, നമ്മുടെ ഈ ബ്ലഡ് റിപ്പോർട്ട് ലാസ്റ്റ് ഫ്യൂ മന്ത്സിൻ്റെ എല്ലാം കൂടെ കാണുന്ന ഡയബറ്റിക് ആണോ പ്രീ ഡയബറ്റിക് ആണോ എന്നൊക്കെ അറിയാൻ പറ്റുന്ന ഈ ടെസ്റ്റുകൾ നമ്മൾ 30 വയസ്സിൽ കൂടുതലാണെങ്കിൽ 35 വയസ്സിൽ കൂടുതലാണെങ്കിൽ എന്തായാലും ചെയ്തിരിക്കണം. എല്ലാ 6 മാസം മുതൽ 1 ഇയറിൽ ഇങ്ങനെ ചെയ്യുക. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ചെറിയ വേരിയേഷൻ ഉണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മളെ ഫുഡും എക്സർസൈസുകളും അഡ്ജസ്റ്റ് ചെയ്ത് കൂട്ടുകയോ ഇങ്ങനെയൊക്കെ ചെയ്യാം. മെയിൻലി നമ്മുടെ ഹെൽത്ത് റിലേറ്റഡ് ഇഷ്യൂസ് ആയി വരുന്ന നമ്മുടെ എല്ലാ എക്സ്പെൻസസും കുറയ്ക്കണമെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ മെയിനായിട്ട് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത്, നമുക്ക് എത്ര രൂപ ഉണ്ടാക്കുകയാണെങ്കിൽ, ഇപ്പോൾ 1-2 ലക്ഷം രൂപ മാസം സാലറി ഉണ്ടെന്ന് കരുതുക. ഇപ്പോൾ ഈ 2 ലക്ഷം സാലറി ഉണ്ടെങ്കിലും നമ്മൾ ആ 2 ലക്ഷം രൂപയുടെ സാലറിയിൽ ജീവിക്കാതെ എങ്ങനെയാണോ 10,000 രൂപ സാലറി ഉണ്ടായിരുന്നപ്പോൾ നിങ്ങൾ ജീവിച്ചത് അതുപോലെ ജീവിക്കുക. ഇതെല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല. എല്ലാവരും ഇപ്പോൾ ഒരു 2 ലക്ഷം രൂപ സാലറി വന്നു കഴിഞ്ഞാൽ എനിക്ക് ഒരു കാറ് വാങ്ങണം, അടുത്ത വീട് വാങ്ങണം, ഷോ ഓഫ്, ബ്രാൻഡഡ് ക്ലോത്ത്സ്, ബ്രാൻഡഡ് ഷൂസ്, ഇങ്ങനെയൊക്കെ, അതുപോലെ ഈറ്റിംഗ് ഔട്ട് ഓൾ ദ ടൈം, അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഒരുപാട് എക്സ്പെൻസസ് വരും. അതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ട്സുമായിട്ട് സോഷ്യലൈസ് ചെയ്യാൻ നമുക്ക് ആൽക്കഹോളിൻ്റെയോ സിഗരറ്റിൻ്റെയോ ഒന്നും ആവശ്യമില്ല.
ഒരു നാരങ്ങ വെള്ളം മതി, അല്ലെങ്കിൽ വെറും വെള്ളം മാത്രമാണെങ്കിലും മതി. അപ്പം നമുക്ക് ഫ്രണ്ട്സുമായിട്ട് സോഷ്യലൈസ് ചെയ്യുമ്പോൾ അവർ കള്ള് കുടിച്ചാലേ നമുക്ക് ആ ഫ്രണ്ട് സർക്കിളിൽ നിൽക്കാൻ പറ്റുള്ളെങ്കിൽ നമുക്ക് പുതിയൊരു ഫ്രണ്ട് സർക്കിൾ കണ്ടുപിടിക്കുക. അവർ നമുക്ക് പറ്റിയ ഹെൽത്തിന് പറ്റിയ ഫ്രണ്ട്സ് അല്ല. അങ്ങനെ വിചാരിച്ച് നമുക്ക് അവരിൽ നിന്ന് അല്ലാത്ത സമയത്ത് അല്ലെങ്കിൽ ഒരു ചായ കുടിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഒരു സ്നാക്ക് കഴിക്കാൻ പോകാം, ബിരിയാണി കഴിക്കാൻ പോകാം. ബിരിയാണി നല്ല അല്ലെങ്കിലും വല്ലപ്പോഴൊക്കെ ബിരിയാണി കഴിക്കാൻ പോകാം. പക്ഷേ സ്മോക്കിങ് അല്ലെങ്കിൽ ഡ്രിങ്കിങ് വെച്ച് മാത്രമേ സോഷ്യലൈസ് ചെയ്യാൻ പറ്റുള്ളെങ്കിൽ അങ്ങനെയുള്ള ഈവൻസിൽ അസോസിയേറ്റ് ചെയ്യാതിരിക്കുക. അത് നമ്മുടെ ഹെൽത്താണ് നമ്മുടെ ഏറ്റവും വലിയ വെൽത്ത്. അപ്പോൾ അത് ഫസ്റ്റ് നോക്കുക. പിന്നെ ബാക്കിയുള്ളവരെ ഇമ്പ്രസ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മളിപ്പം ബാക്കിയുള്ളവർ ഡ്രസ്സ് ചെയ്യുന്ന പോലെ ഗൂച്ചി അല്ലെങ്കിൽ ഏതാണെന്ന് വെച്ചാൽ അവിടെ ഓരോ സർക്കിളിലും ഓരോന്നുണ്ടാവും. അങ്ങനെയുള്ളവരോട് അസോസിയേറ്റ് ചെയ്യാതിരിക്കുക. നമ്മുടെ ഇടുന്ന ഡ്രസ്സിനെ വെച്ച് നമ്മളെ വിലയിടുന്ന ആൾക്കാരുമായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്യാതിരിക്കുക. അപ്പോൾ എത്രത്തോളം നമ്മളിങ്ങനെ ചെയ്യുന്നോ അത്രത്തോളം നമ്മുടെ സേവിങ്സ് കൂടി വരും. ഇപ്പം എനിക്കിപ്പം മാസം തോറും ഇപ്പം 10,000 രൂപ എൻ്റെ ക്ലോത്തിങ്ങിനും അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിനെ ഇമ്പ്രസ് ചെയ്യിക്കാനായിട്ട്, അല്ലെങ്കിൽ അവനെ തിട്ടേക്കുന്നു അല്ലെങ്കിൽ അവളെ തിട്ടേക്കുന്നു, ഞാൻ അതിനെക്കാട്ടി ബെറ്ററായിട്ട് ഇടണം എന്ന് ചിന്തിക്കാതെ ജീവിക്കുകയാണെങ്കിൽ എല്ലാത്തിലേക്കാട്ടിലും സേവിങ്സ് നിങ്ങൾക്കുണ്ടാവും. ഇപ്പം ഒരു കാറ് വാങ്ങുന്ന ഒരുത്തൻ BMW വാങ്ങിച്ചു, അല്ലെങ്കിൽ ഒരു ജാഗോർ വാങ്ങിച്ചു. അപ്പോൾ അവനെക്കാട്ടി നല്ല കാറ് വാങ്ങണമെന്നല്ലാതെ ഞാൻ ആലോചിക്കണ എപ്പോഴും അപ്പോൾ അവരത് വാങ്ങിച്ചപ്പോൾ ഒരു 150,000 യൂറോസ് ഇപ്പോൾ അവർക്ക് കുറവേ ഉള്ളൂ, അല്ലെങ്കിൽ മനസ്സിലായോ? അങ്ങനെയാണ് ഞാൻ ചിന്തിക്കുന്നത്. ഒരു 100,000 യൂറോസിൽ ഇപ്പോൾ അവർക്ക് ഉള്ള സേവിങ്സിൽ ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ അതിൽ കുറവാണ്, അതിൻ്റെ അത്രയും കുറഞ്ഞാണ് ഇപ്പോൾ അവർക്ക് കയ്യിലുള്ളത്. അപ്പോൾ അവർ പൂറാണ് ആയത് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ചിലരൊക്കെ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ അവന് ഇത്തിരി കാശുണ്ടാവൻ. എനിക്കെപ്പോഴും അങ്ങനല്ല. ഇല്ല, അവനുണ്ടായിരുന്ന കാശിൽ നിന്ന് 100,000 അല്ലെങ്കിൽ 150,000 കുറവാണ് ഇപ്പോൾ അവനുള്ളത് എന്നാണ് എൻ്റെ മനസ്സിൽ തോന്നുന്നത്. അത് ഇപ്പം നിങ്ങൾ ഏതെങ്കിലും റിച്ച് ആയിട്ടുള്ള ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ, മാർക്ക് സുക്കംബർഗ് ഉൾപ്പെടെയുള്ള ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ അവരൊന്നും ഇതുപോലെ ജാഗോറിലോ BMW ഒന്നും അല്ല ട്രാവൽ ചെയ്യുന്നത്. അതുപോലെ അവരുടെ ഡ്രസ്സിങ് ബിൽ ഗേറ്റ്സ് ഇവരൊക്കെ ഡ്രസ്സിങ് കഴിഞ്ഞാൽ ഒരു ജീൻസും ബ്ലാക്ക് ടീഷർട്ടോ അങ്ങനെയൊക്കെയുള്ള സിമ്പിൾ ഡ്രസ്സാണ് അവരിടുന്നത്. അല്ലാതെ സൂട്ടിലൊന്നും ഇവരെ കാണാൻ പോലും കിട്ടാറില്ല. ഒരു സൂട്ട് വാങ്ങുന്ന പൈസ ഉണ്ടെങ്കിൽ അവർ റിച്ച് ആകുന്നതിന് ഒരു റീസണും കൂടിയുണ്ട്. അവർ ഈ മെറ്റീരിയൽ സ്റ്റഫിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ നല്ല ഫുഡുകൾ കഴിച്ച് മെയിൻറ്റെയിൻ ചെയ്യുക, ആക്ടിവിറ്റി ചെയ്യുക, അതുപോലെ ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. നല്ല ഹെൽത്തി ഫ്രണ്ട്ഷിപ്പ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഈ ഹെൽത്ത് പറയുമ്പോൾ മെൻ്റൽ ഹെൽത്തും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. അതിനെപ്പറ്റി മെൻഷൻ ചെയ്യാൻ മറന്നുപോയി. ഇപ്പോൾ സ്ത്രീകൾ പൊതുവേ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവരവരുടെ ഫ്രണ്ട്സിനോട് പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ മാരീഡ് ചെയ്ത സ്ത്രീകളോട് പ്രത്യേകിച്ച് പറയാനുള്ളത്, നിങ്ങൾ ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പുരുഷന്മാർ ഇപ്പം മാരീഡ് ചെയ്ത സ്ത്രീകൾ പൊതുവേ ഒന്ന് ഡിസ്കണക്റ്റ് ആവും വേൾഡിൽ നിന്ന് മൊത്തത്തിൽ. ഫാമിലി അത് അങ്ങനെ ആവാതെ ആഴ്ചയിലൊരിക്കൽ അല്ലെങ്കിൽ മാസത്തിൽ 1-2 തവണയെങ്കിലും ഫ്രണ്ട്സുമായിട്ട് മീറ്റപ്പ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ഒരു വീഡിയോ കോളെങ്കിലും ചെയ്ത് ആ ഒരു കണക്ഷൻ കീപ്പ് ചെയ്യാം. പുരുഷന്മാർ പൊതുവേ ഇമോഷണൽ ലെവലിൽ ടച്ച് പോലും ചെയ്യാറില്ല ഫ്രണ്ട്സുമായിട്ട്. അതുകൊണ്ട് പുരുഷന്മാർക്ക് ബെറ്റർ തെറാപ്പിക്ക് പോവുക. സ്ത്രീകളും തെറാപ്പിക്ക് പോകാൻ പറ്റിയ അതാണ് ഏറ്റവും നല്ലത്. ഇപ്പം നല്ല ഫ്രണ്ട്സൊന്നും ഇല്ലാത്തവരാണെങ്കിൽ, ഇപ്പം വിശ്വസിച്ച് പറയാൻ പറ്റുന്ന ഫ്രണ്ട്സൊന്നും ഇല്ലെങ്കിൽ തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് പോവുക. ഇപ്പം നമ്മൾ ഈ പെയ്ഡ് തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് തന്നെ പോകണമെന്നില്ല. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചെന്നിട്ട് എനിക്ക് മെൻ്റൽ ഹെൽത്ത് സപ്പോർട്ടിന് തെറാപ്പി വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടാകണം. എനിക്ക് നാട്ടിലെ കറക്റ്റ് രീതികൾ അറിയത്തില്ല. അതുപോലെ പബ്ലിക് ഹോസ്പിറ്റലുകളിൽ നിന്ന് മെൻ്റൽ ഹെൽത്ത് എവിടെ കിട്ടും, ഫ്രീ കൗൺസിലിംഗ് എവിടെ കിട്ടും, അവിടെ പോയി കണ്ടുപിടിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ലൈഫ് ചേഞ്ചസിൽ തന്നെ നമുക്ക് ഒത്തിരി പീസ്ഫുൾ ആകാൻ പറ്റും. മോസ്റ്റ് ഓഫ് നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസും എല്ലാം വരുന്നത് നമ്മുടെ സ്ട്രെസ്ഫുൾ ലൈഫാണ്. അപ്പം ഇങ്ങനെയുള്ള സ്ട്രെസ്സുകളിൽ നിന്ന് കുറയ്ക്കുക. സ്ട്രെസ്സുകൾ തരുന്നത് ഇതിനിപ്പോൾ ചിലപ്പോൾ ഫാമിലി ആയിരിക്കാം, നമുക്ക് ഏറ്റവും സ്ട്രെസ്സുള്ള ചിലപ്പോൾ പാരൻസ് ആവാം, ചിലപ്പോൾ ഹസ്ബൻഡ് ആവാം. ഇങ്ങനെയൊക്കെ അത്രയും സ്ട്രെസ്സും ബുദ്ധിമുട്ടും തരുന്നവരാണെങ്കിൽ, അത് ഏറ്റവും ക്ലോസ് ഫാമിലി മെമ്പർ ആണെങ്കിലും അവരിൽ നിന്ന് നമ്മൾ റിമൂവ് ചെയ്യുക. നമുക്കൊരു സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് പോവുക. അത് പാരൻസ് ആണെങ്കിൽ പോലും. അപ്പം അത്രയും നമ്മളിതൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ വെൽത്ത് നന്നാവുന്ന ചിലർ മിക്കവാറും ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കും നമ്മുടെ എക്സ്പെൻസസ് കൂട്ടുന്നത്. അപ്പോൾ എല്ലാ രീതിയിലും ഹെൽത്ത്, വെൽത്ത്, ഫ്യൂച്ചറിനെ പറ്റിയിട്ടുള്ളൊരു പ്ലാൻ, ഇതെല്ലാം നമുക്ക് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുമായിട്ട്, നമ്മളായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുമായിട്ട് അസോസിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ലൈഫ് ബെറ്ററാവും. നമ്മൾ ചുറ്റിനുമുള്ളവർ എല്ലാം ഫിനാൻഷ്യലി ബ്രോക്കും ബാക്കിയുള്ളവരെ ഷോ ഓഫ് കാണിക്കാൻ വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമ്മളും വി ആർ ആവറേജ് ഓഫ് പീപ്പിൾ ഹൂ വി അസോസിയേറ്റ് വിത്ത്. സോ നിങ്ങൾ അങ്ങനെയുള്ള നല്ല
നല്ല ബെറ്ററായിട്ട് ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരുമായിട്ട് അസോസിയേറ്റ് ചെയ്യുമ്പം തന്നെ നിങ്ങൾ ഒരുപാട് ഇൻഡയറക്ട്ലിയും പഠിക്കും. സോ ദ ബെസ്റ്റ് വേ ടു സേവ് മണി ഈസ് കീപ്പിംഗ് ഗുഡ് ഫ്രണ്ട്ഷിപ്പ്, കീപ്പിംഗ് എ വെരി ഗുഡ് ഹെൽത്ത് ഇൻഷുറൻസ്, ആർ ഡി അല്ലെങ്കിൽ FD. ഇപ്പം നമ്മുടെ FD വളരെ നല്ലതാണ്. അപ്പം മന്ത്ലി ഞാനൊക്കെ 50% ആണ്. നിങ്ങൾക്ക് പറ്റുന്നിടത്തോളം ചെയ്യുക. അത് ഫ്യൂച്ചറിനെ പറ്റി എപ്പോഴും ചിന്തിക്കുക. ഈവൻ ഇഫ് യു ആർ 20, തിങ്ക് അബൌട്ട് യുവർ റിട്ടയർമെൻറ്റ്. ഞാൻ ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ എൻ്റെ ട്രാവലൊക്കെ ലക്ഷറി ട്രാവലൊന്നും അല്ല. ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ ഇന്നേ വരെ ട്രാവൽ ചെയ്തിട്ടില്ല. ഞാൻ 2-3 ട്രോളി ബാഗായിട്ട് യാത്ര ചെയ്യുന്ന ആളല്ല. ഞാനൊരു ബാക്ക് പാക്കിലാണ്. അപ്പോൾ എനിക്ക് എക്സ്ട്രാ ലഗേജിന് വേണ്ടിയിട്ട് പൈസ കൊടുക്കണ്ട. സോ ഇങ്ങനെയുള്ള ലിറ്റിൽ തിങ്സ്, വെരി ലിറ്റിൽ തിങ്സ്. ഇപ്പം പലയിടത്തു നിന്ന് പല സാധനം വാങ്ങാം. നമ്മളിപ്പോൾ ചില ഗ്രോസറികളിൽ ഭയങ്കര വിലയായിരിക്കും ചില സ്ഥലത്ത്. അപ്പം ഓക്കെ, ഇപ്പോൾ എഗ്സ് ഈ കടയിൽ നിന്ന് വാങ്ങിയിട്ട് മറ്റേ പോകാം. നിങ്ങൾക്ക് സമയം ഫ്രീ ടൈം ഉള്ളവർ, അല്ലാത്തവർ ഒരു സ്ഥലത്ത് നിന്ന് തന്നെ വാങ്ങാം. പക്ഷേ യു ക്യാൻ കമ്പയർ ബിറ്റ്വീൻ പ്ലേസസ് വെയർ ഈസ് ദ ബെസ്റ്റ് ഡീൽ. ഇപ്പം എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ നമ്മുടെ എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഏകദേശം ഒരേ വിലയൊക്കെ ആയിരിക്കും. എന്നാലും ദെയർ ആർ പ്ലേസസ് വെയർ ഇറ്റ് ഈസ് ചീപ്പർ ദാൻ ദി അതർ. പിന്നെ പറ്റുന്നത് നമുക്ക് എല്ലാവരും നാട്ടിൽ റേഷൻ കടയൊക്കെ ഉണ്ട്. റേഷൻ കടയിലൊക്കെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് വില കുറച്ച് കിട്ടും എന്നാണ് എൻ്റെ ഒരു അറിവ്. എനിക്ക് അധികം അറിവില്ല, നാട്ടിലെ കാര്യങ്ങളൊക്കെ കുറച്ച് ഡിസ്കണക്റ്റഡ് ആണ്. പക്ഷേ നമ്മൾ ഷെയിം തോന്നരുത്. നമ്മളെ ഈ നീതി സൂപ്പർ മാർക്കറ്റോ അങ്ങനെ എന്തോ പറയുമല്ലോ, റേഷൻ കട ഇങ്ങനെയൊക്കെ ഉള്ളിടത്ത് പോയി സാധനം വാങ്ങാൻ നാണം തോന്നരുത്. അത് നമ്മുടെ ഗവൺമെൻറ് നമുക്ക് തരുന്ന ഓഫറിംഗ് ആണ്. അതിനെ യൂസ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഇപ്പം കുറച്ച് ലാൻഡ് നിങ്ങളുടെ പേരിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൃഷിയൊക്കെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കർഷക ആനുകൂല്യങ്ങൾ, ഇങ്ങനെയുള്ള ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട്. അതെല്ലാം യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ തന്നെ എല്ലാം ബെറ്ററാവും. എനിക്ക് കറക്റ്റ് എൻ്റെ ഐഡിയാസ് പ്രോപ്പറായിട്ട് പറയാൻ പറ്റുമെന്ന് അറിയത്തില്ല. ബട്ട് ഇഫ് യു ആസ്ക് മീ ക്വസ്റ്റ്യൻസ് ഇൻ ദ കമൻറ്റ്സ്, ഐ വിൽ മേക്ക് അനദർ വീഡിയോ ഓർ ഐ വിൽ റെസ്പോണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. ബൈ.